രാവിലെ മുഴുവൻ ജയ്സാൽമീർ സിറ്റിയൊക്കെ കറങ്ങിക്കണ്ട് ഉച്ചയ്ക്കൊരു ഉറക്കവും പാസ്സാക്കിയിട്ട് ഗഡിസാർ ലേക്ക് കാണാനായിട്ടുള്ള നിൽപ്പാണ്. ഇതാണ് ഗഡിസാർ ലേക്ക്. വൈകുന്നേരത്തെ അസ്തമയ സൂര്യൻ്റെ വെട്ടമൊക്കെ വീണ് നല്ല ചുവന്നു തൊടുത്ത് കിടക്കുന്നു. ഇന്നിവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുമുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കൃത്യം 6:30 തുടങ്ങുമെന്നാണ് ഇവരുടെ തന്നെ പാംഫ്ലെറ്റിൽ പറഞ്ഞേക്കുന്നത്. ഇവിടെ അങ്ങനെ എൻട്രി ഫീ ഒന്നുമില്ല. എന്നാൽ ലേക്കിൽ ബോട്ട് റൈഡ് ചെയ്യണമെങ്കിൽ അതിന് പൈസയുണ്ട്. 200 രൂപയ്ക്കും 400 രൂപയ്ക്കും ഒക്കെയാണ് ബോട്ട് റൈഡ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് പേര് റൈഡ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ ക്യൂ വളരെ വലുതാണ്. അവിടെ നിന്ന് സമയം കളയാൻ തോന്നിയില്ല. ഉള്ള സമയം കൊണ്ട് ലേക്കിന് കരയിലൂടെ നടന്ന് കുറച്ച് ചുറ്റിക്കണ്ടു വരാമെന്ന് കരുതി. ജയ്സാൽമീർ കോട്ടയുടെ വെളിയിലായി ഒരു വശത്തായിട്ടാണ് ഗഡിസാർ ലേക്ക്. വളരെ അടുത്താണ്. കഷ്ടിച്ച് 1 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്ന ധാരാളം സഞ്ചാരികളെയും വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടു. വെസ്റ്റേൺ രാജസ്ഥാന്റെ പ്രധാന പ്രത്യേകതയായ ഛത്രികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗഡിസാർ ലേക്കിൽ ഇവ ധാരാളമുണ്ട്. ഇനി അങ്ങോട്ട് ജയ്സാൽമീറിൽ ബഡാബാഗിലും മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ഛത്രികൾ കാണാൻ കഴിയും. മരിച്ചവരുടെ ഓർമ്മയ്ക്കായും ദൈവങ്ങൾക്ക് വേണ്ടിയും ക്ഷേത്രത്തിന്റെ അലങ്കാരപ്പണികളായും ഒക്കെ ഈ ഛത്രീസ് കാണാൻ കഴിയും. ഈ നടുക്ക് കാണുന്നത് ഇപ്പോൾ അങ്ങനെ പൂജയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കൃഷ്ണക്ഷേത്രമാണ്. ഈ ലേക്ക് പുനരുദ്ധീകരിച്ചപ്പോൾ രാജ ഗഡ്സി സിംഗ് പണി കഴിപ്പിച്ചതാണ് ഇവയിലേറെയും. ജയ്സാൽമീർ ഥാർ ഡെസേർട്ടിന് നടുക്കുള്ള ഒരു മരുപ്പച്ചയാണ്. ഈ അല്പം പച്ചയിലാണ് ഇത്രയും വലിയ ഒരു സംസ്കാരം ഇവിടെ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ജലദൗർലഭ്യം ഇവിടങ്ങളിലൊക്കെ ഒരു റിയൽ ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് ദീർഘദർശികളായ അന്നത്തെ ഭരണാധികാരികൾ 12-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു മനുഷ്യനിർമ്മിത തടാകമാണ് ഗഡിസാർ ലേക്ക്. ഭൂപ്രദേശത്തിന് സ്വാഭാവികമായുള്ള ഒരു ചരിവ് ഉപയോഗിച്ച് മഴവെള്ളം ഇവിടെ സംഭരിച്ച് സൂക്ഷിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള നിർമ്മിതിയാണ് ഈ ലേക്കിൻ്റെ. നേരം ഇരുട്ടി തുടങ്ങി. ഗഡിസാറിന്റെ രൂപവും ഭാവവും മാറിത്തുടങ്ങി. ഛത്രികളിലൊക്കെ ലൈറ്റ് തെളിഞ്ഞപ്പോൾ ഗഡിസാറിനാകെ ഒരു രൂപമാറ്റം സംഭവിച്ചു എന്ന് വേണം പറയാൻ. ഇതുവരെയും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ വന്നപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ലേക്കിന്റെ കരയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആൾക്കൂട്ടം വലുതായി വരുന്നു. എല്ലാവരും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാൻ വേണ്ടി വന്നിട്ടുള്ളവർ തന്നെയാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തുടങ്ങാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. 6:30 കഴിഞ്ഞു, 7 മണിയായി. എന്നാലും രാത്രിയിൽ പ്രത്യേകിച്ച് ചെന്നിട്ട് ഇനി പണിയൊന്നും ബാക്കിയില്ലാത്തത് കൊണ്ട് ഇത് കണ്ടിട്ട് തന്നെയുള്ളൂ മടക്കമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളിവിടെ. ഇവിടെ കൂടിയിരുന്നവരിൽ കുറച്ചുപേരൊക്കെ ഇന്നത്തെ ഷോ ക്യാൻസലായി എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുമുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ക്യാൻസൽ ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്ക് തുടക്കമായി. പ്രൊജക്ടറിലെ ലൈറ്റുകളൊക്കെ ഓണായി. ഇനി നോക്കാം എന്താണ് ഇത്രയും കാത്തിരിപ്പിനുള്ള വല്ലതുമുണ്ടോ എന്ന്. ആദ്യം ഒരു വെൽക്കം സോങ്ങും അതിൻ്റെ ലേസർ ഡെപ്പിക്ഷനുമായിരുന്നു തുടങ്ങിയത്. അതിനുശേഷം ജയ്സാൽമീറിൻ്റെയും ഗഡിസാറിൻ്റെയും ഒക്കെ ഹിസ്റ്ററി പറയുന്ന ഒരു സെക്ഷനുമുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉള്ളത്. ആളുകളുടെ ബഹളവും പിന്നെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ എന്തോ പോരായ്മയൊക്കെ കൊണ്ട് സൗണ്ട് ശരിക്കും അങ്ങോട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. इस वीराने में सुरक्षा और सुगमता की आश्वस्ति भी देती थी। यही कारण था कि इस दुर्ग पर अनेक बार आक्रमण हुए, अनेक बार इस पर नियंत्रण के लिए इसकी घेराबंदी की गई, परंतु सन 1294 में जो हुआ उसने विश्व में पराक्रम और बलिदान की एक नई गाथा लिख दी।
केसरिया पाग सज गए। भव्य ललाटों पर रक्त चंदन के तिलक लगाकर कंगन बजाती हुई वीरांगनाओं ने अपने वीरों को प्रणाम कर उनसे अंतिम विदा ली। श्रृंगार से सज अपने बाबुल और पति के पराक्रम का यशगान करती अपने അങ്ങനെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ കണ്ട് ഗഡിസാർ ലേക്കിനോട് ബൈ ബൈ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലെത്തി. രാവിലെ കണ്ട റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലിരുന്ന് ഡിന്നർ അടിക്കണം. കൂടാതെ ആകാശത്ത് നക്ഷത്രം വാരി വിതറിയ പോലെ മിന്നിത്തിളങ്ങുന്ന ജയ്സാൽമീർ സിറ്റിയുടെ രാത്രി ദൃശ്യങ്ങളൊക്കെ കാണണം, വീഡിയോ എടുക്കണം. ഇതൊക്കെയാണ് പരിപാടി. ഇനി നാളെ അതിരാവിലെ എഴുന്നേറ്റ് തനോത്മാദ വരെ പോകണം. അവിടെ നിന്നും തിരിച്ച് ലോങ്കേവാല റൂട്ടിൽ സാം ഡെസേർട്ട് വരെ എത്താനുള്ളതാണ്. സാമിൽ ഞങ്ങൾ ഡെസേർട്ട് ക്യാമ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എത്തിയാൽ മാത്രമേ അറിയൂ അത് ബുക്കായോ ഇല്ലയോ എന്നൊക്കെ. രാജസ്ഥാനിൽ ഇങ്ങനെ ക്യാമ്പിംഗ് സൈറ്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് സ്കാമുകൾ നടക്കാറുണ്ടെന്ന് ഈ ഏരിയകളൊക്കെ പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് വഴി അറിഞ്ഞിരുന്നു. മറ്റു രാജസ്ഥാനിലെ നഗരങ്ങളെ അപേക്ഷിച്ച് നോൺ വെജ് ഫുഡ് അത്യാവശ്യം സുലഭമായി തന്നെ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ജയ്സാൽമീർ. അതുകൊണ്ട് തന്നെ ഇന്ന് നോൺ വെജ് എന്തെങ്കിലും കഴിക്കാമെന്ന പ്ലാനിലാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡ് അത്ര പിടിക്കാത്ത എൻ്റെ സഹയാത്രികൻ നോൺ വെജ് ഒരു അതിസാഹസമാകുമോ എന്നൊരു സംശയം പ്രകടിപ്പിക്കാതെ ഇരുന്നില്ല. എന്തായാലും യാത്ര തുടങ്ങി ഇന്നേ ദിവസം വരെ ചിക്കനൊന്നും കഴിക്കാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ അതുതന്നെ ഓർഡർ ചെയ്യാമെന്ന് കരുതി. ഇനി ബാക്കി സാമിലെയും ലോങ്കേവാലയിലെയും തനോത്മാദയിലെയും ഒക്കെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം.